ഹായ്, നമ്മളിന്ന് സിറ്റിയിൽ നിന്ന് പോകുന്നത് ഒരു വയനാട്ടിലേക്കുള്ള വൺ ഡേ ടൂറാണ്. നമ്മൾ ഓരോ സുഹൃത്തുക്കൾ കടന്നു വരികയാണ്. 5 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് 6:30 ആയിട്ടും നമ്മൾ ക്യാപ്റ്റൻ അലിഷാൻ എത്തിയിട്ടില്ല, ബസ് ക്യാപ്റ്റൻ എത്തിയിട്ടില്ല. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും വന്ന് നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചു. പിന്നീട് യാത്ര തിരിക്കുകയാണ്. ഭക്ഷണത്തിൽ 4 പൊറോട്ടയും മീൻകറിയും തിന്ന് സാജിദ് അലി മുന്നേറുകയാണ്. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ തുഷാരഗിരിയിലെത്തും. ഇപ്പം നമ്മൾ തുഷാരഗിരിയിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ നമ്മൾ ചങ്കുകൾ പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനായിട്ട് വണ്ടി നമ്മൾ സൈഡാക്കിയിട്ടുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മുടെ റിയാസ് ക്യാമറയുമായി മുന്നോട്ട് വരുന്നുണ്ട്. സാജിദ് അലി, മെഹബൂബ്, മുനീർ, റിയാസ്, ആഷിഖ്, അസീം, നസറു, ഗഫൂർ, എല്ലാ ചങ്കുകളും നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ അലിഷാനുമുണ്ട്. ഇതാ ആഷിഖ് സെൽഫി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് തുഷാരഗിരി. കാണാത്തവർ വന്ന് കാണുക. അതുപോലെ നമ്മുടെ ആഷിഖ് വണ്ടീൻ്റെ മുകളിൽ കയറി ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടീൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതേമാതിരി പല ചങ്കുകളും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവരൊക്കെ വയനാട്ടിലേക്കെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചുരത്തിൻ്റെ 2ാം വളവിലെത്തി. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ മെഹബൂബ് പറഞ്ഞ് റെസ്റ്റ് എടുക്കണ്ട, ഞാൻ ഗൂഗിളിൽ നോക്കട്ടെ, ചുരം ബ്ലോക്കില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ചുരത്തിലേക്കൂടെ മേലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ചുരത്തിൽ കൂടി മേലോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു 2-3 കാർ പോകുന്നുണ്ട്. 27 നമ്പറുള്ള ഒരു MLA ആണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചങ്ക് അലിഷാൻ പറഞ്ഞു അതാരാന്ന് നോക്കട്ടെ. എടുത്തു പോയപ്പോഴാണ് അറിയുന്നത് അത് മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറാണ്. സതീശൻ സാറ് പിന്നിൽ നമ്മൾ പോയി. സതീശൻ സാറ് സ്പീഡിൽ പോയിക്കൊണ്ട് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ചുരത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിൽ നല്ല തണുപ്പാണ്, കോടയുണ്ട്. വണ്ടികളൊന്നും ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല. പോലീസ് കൺട്രോളിലാണ് വണ്ടികൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചുണ്ടയിലെത്തിയിട്ടുണ്ട്. ചുണ്ടയിൽ നിന്ന് മെഹബൂബ് പറയുന്നത് ഇനി നമുക്ക് ചൂരൽമല പോകാമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ചൂരൽമലയിലേക്ക് യാത്ര തിരിച്ചു. ചൂരൽമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന തേയിലത്തോട്ടം, ഈ തേയിലത്തോട്ടം ബോച്ചൻ്റെ 1000 ഏക്കർ തേയിലത്തോട്ടമാണെന്നാണ് അലിഷാൻ പറയുന്നത്. ആ കാണുന്നതെല്ലാം ചെറിയ ചെറിയ റിസോർട്ടുകളാണ്. അതെല്ലാം ബോച്ചയുടെ റിസോർട്ടുകളാണെന്നാണ് ഗഫൂർ പറയുന്നത്. നമ്മൾ റിസോർട്ടിൻ്റെ മുന്നിൽ കൂടെ മുന്നോട്ട് ചൂരൽമലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല തേയിലത്തോട്ടമാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം ബോച്ചയുടെ 1000 ഏക്കറിൽപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വാഹനമാണ് ചലിക്കുന്ന ജ്വല്ലറിയാണ് ബോച്ചയുടെ. ഇതിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മൾ ക്യാപ്റ്റൻ അലിഷാൻ പറഞ്ഞു നമുക്ക് ബോച്ചയുടെ റെസ്റ്റോറൻറ്റിലൊന്ന് കയറാം. അങ്ങനെ നമ്മൾ ബോച്ചൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് യാത്ര തിരിക്കുകയാണ്. പുതിയ റോഡുകളാണ്, മണ്ണൊക്കെ എടുത്ത് റോഡൊക്കെ വീതി കൂട്ടി പുതിയ റോഡാണ് ബോച്ചൻ്റെ റെസ്റ്റോറൻറ്റിലേക്കുള്ളത്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ന്യൂ ഇയറിന് വേണ്ടി ഉള്ള പരിപാടിയായിരുന്നു. ഈ ന്യൂ ഇയറിന് ഇവിടെ ബേഡനായിരുന്നു വന്നിരുന്നത്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റിൽ നമ്മൾ VIP ആയിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെഹബൂബ് നമ്മളെ വണ്ടികൾ നിയന്ത്രിക്കുന്നുണ്ട്. വണ്ടിയിൽ സാജിദ് അലി, മുനീർ, അലിഷാൻ, ഗഫൂർ എല്ലാവരും ഉണ്ട്. എല്ലാവരും വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി സൈഡാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ആഷിഖും ടീമും വണ്ടി എത്തിയിട്ടില്ല. അവർ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഇതാ നമ്മുടെ ചങ്ക് ഇവിടെ ഉണ്ട്. ബോച്ചൻ്റെ ചങ്കായ അലിഷാൻ, സാജിദ് അലി, മെഹബൂബ്, ഗഫൂർ ഇവരെല്ലാവരും ചങ്കിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. സാജിദ് അലിക്ക് എന്തോ സംശയമുണ്ട്. ചങ്കിനോട് ചോദിക്കുകയാണ്. സാജിദ് അലി എന്തോ സംശയം ചോദിച്ചു. ഇതാണ് ബോച്ചൻ്റെ റെസ്റ്റോറൻറ്റ്. ഇത് ക്രിസ്മസിനുള്ള പുൽത്തകിടാണ്. ഇവിടെ എന്തോ ഗഫൂറും മെഹബൂബും ചർച്ച ചെയ്തു. അവർ വന്നോട്ടെ, നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. അതിൻ്റെ കൂടെ ഞാനും ക്യാമറയായി മുന്നോട്ട് പോയി. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി. നല്ല സൗകര്യമുണ്ട്, നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്. ഇതാ നമ്മുടെ ക്യാപ്റ്റൻ അലിഷാനും മെഹബൂബും ഗഫൂറും അവരോട് സംസാരിക്കുകയാണ്. സാജിദ് അലി വിശന്നിട്ട്
വേഗം ഭക്ഷണം വരണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഭക്ഷണം എല്ലാവർക്കും ആവശ്യമില്ല. സാജിദ് അലിക്ക് മാത്രമാണ് ഇപ്പം ഭക്ഷണം വേണ്ടത്. എല്ലാവരും 1 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ വേണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് സാമ്പിൾ നോക്കാമെന്ന് സാജിദ് അലി പറഞ്ഞപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. ഭക്ഷണത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ക്യാപ്റ്റൻ അലിഷാനും സാജിദ് അലിയും ഇവിടെ റെഡിയാണ്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഫാമിലികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ. പണികളൊന്നും പൂർത്തിയായിട്ടില്ല, എന്നാലും ഒരുവിധം പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ക്യാൻറ്റീൻ വരുന്നത്. ഇതാണ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ക്യാൻറ്റീൻ വരുന്ന സ്ഥലം. ഇത് ഭക്ഷണം അല്പസമയത്തിനുള്ളിലെത്തും. നമ്മുടെ സാജിദ് അലിയും ഗഫൂറും ഭക്ഷണത്തിന് വേണ്ടി റെഡിയായി നിൽക്കുന്നു. ഭക്ഷണം വരുന്നുണ്ട്. അതേമാതിരി നമ്മുടെ ആഷിഖും ടീമും ഇവിടെ എത്താനായിട്ടുണ്ട്. ഒരു വണ്ടി കുറച്ച് അപ്പുറമായിരുന്നു പാർക്ക് ചെയ്തത്. ഇപ്പോൾ അവർ അവിടെ നിന്ന് നടന്നു വരികയാണ്. റിയാസ് വരുന്നുണ്ട്, അസീം വരുന്നുണ്ട്, നസർ വരുന്നുണ്ട്. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം റെഡിയാണ്. സാജിദ് അലിൻ്റെ നേതൃത്വത്തിൽ ഗഫൂറും അലിഷാനും റിയാസും മഹബൂബുടിയും ഭക്ഷണം സാമ്പിൾ നോക്കുന്നുണ്ട്. പാൽക്കപ്പയും പാൽ ജ്യൂസുമാണ് ഇന്നത്തെ ഇവിടുത്തെ ഭക്ഷണം. കൂടുതലാരും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. 12 മണിയായിട്ടുള്ളൂ. 1 മണിക്കൂർ മുന്നാണ് നാസ്താക്കിയത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇവിടുന്ന് അടുത്ത ലക്ഷ്യമായ ചൂരൽമലയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ചൂരൽമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോച്ചൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നും ചൂരൽമലയിലേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ബോച്ചയുടെ ചലിക്കുന്ന ജ്വല്ലറി. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അലിഷാൻ പറഞ്ഞു, നമുക്ക് ജ്വല്ലറിയിലൊന്ന് കയറി നോക്കാം. അങ്ങനെ നമ്മൾ ജ്വല്ലറിയിൽ കയറുവാനുള്ള പരിപാടിയാണ്. നമ്മുടെ ക്യാപ്റ്റൻ അലിഷാൻ തന്നെയാണ് ആദ്യം കയറുന്നത്. അതിൻ്റെ പിന്നിൽ നമ്മുടെ ഗഫൂർ കയറുന്നുണ്ട്. അലിഷാൻ ജ്വല്ലറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ സാജിദ് അലി വരുന്നുണ്ട്. അവിടെ നിന്ന് റിയാസ് വരുന്നുണ്ട്, മഹബൂബ് വരുന്നുണ്ട്. എല്ലാവരും കൂടി സ്വർണ്ണക്കടയിലേക്കാണ് ഈ കയറി പോകുന്നത്. സ്വർണം വാങ്ങുമോ ഇല്ലേ എന്ന് അറിയില്ല, എന്നാലും അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതിൻ്റെ കൂടെ ക്യാമറയുമായി ഞാനും ജ്വല്ലറിയിലേക്ക് കയറാൻ പോകുകയാണ്. അവിടെ നല്ല തിരക്കാണ്. റിയാസ് 1/2 പവൻ്റെ ഒരു മോതിരവും ഗഫൂർ 1 പവൻ്റെ ഒരു മോതിരവും വാങ്ങിയിട്ടുണ്ട്. അപ്പുറം ഭാഗത്ത് അലിഷാൻ 2 കിലോ ചായപ്പൊടി, ഗഫൂർ 1 കിലോ ചായപ്പൊടി, സാജിദ് അലി 1.5 കിലോ ചായപ്പൊടിയും വാങ്ങിയിട്ടുണ്ട്. മഹബൂബ് 1/2 കിലോ ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും പർച്ചേസിങ് കഴിഞ്ഞു. അവരോട് കൂടുതലായിട്ട് സംസാരിക്കുകയാണ്. സാധനം വാങ്ങി നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ചൂരൽമലയിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന പ്രൊജക്റ്റ് എന്താണെന്നറിയില്ല, അടുത്തെത്തിയപ്പോഴാണ് അറിയുന്നത്. ഇതൊന്നുമല്ല, ഇത് നമ്മുടെ വയനാടിൻ്റെ തുരങ്കപാതയാണ്. തുരങ്കപാത ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പണി അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബോച്ചയുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താണ് ഈ തുരങ്കപാത തുടങ്ങുന്നത്. നമ്മൾ ചൂരൽമലയിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നതാണ് മുതുമല. ഇവിടെയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലുണ്ടായ ഭാഗമാണ് ഈ കാണുന്നത് എന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ മഹബൂബ് പറയുന്നത്. ഇവിടെയായിരുന്നു കുറച്ച് കാലത്തിന് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായിരുന്ന ആ സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ ആൾക്കാർക്ക് അന്ന് അപകടങ്ങളൊക്കെ പറ്റി എന്നാണ് മഹബൂബ് പറയുന്നത്. ഏതായാലും നമ്മൾ പോകുന്നത് ചൂരൽമലയിലേക്കാണ്. ചൂരൽമലയിലേക്ക് ഇവിടുന്ന് കുറച്ചുകൂടി പോകാനുണ്ടെന്നാണ് ഗഫൂർ പറയുന്നത്. ഏതായാലും നമ്മളെ യാത്ര ചൂരൽമലയിലേക്കാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള ഏരിയയാണ് ഈ കാണുന്നത്. ഏതായാലും നമ്മൾ ഇപ്പോൾ ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. ചൂരൽമലയിൽ എല്ലാവരും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെയായിരുന്നു ആ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ മരണപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി അങ്ങോട്ട് വണ്ടി പോകാൻ കഴിയുകയില്ല എന്നാണ് മഹബൂബ് ചൂണ്ടിക്കാട്ടി പറയുന്നത്. ഏതായാലും നമ്മളിവിടെ വണ്ടി സൈഡ് ആക്കി ഇവിടെ നടക്കുകയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചങ്കാളാണ് നമ്മുടെ മുന്നിൽ കൂടി നടക്കുന്നത്. ഈ പാലമാണ് ഇന്ത്യൻ ആർമി ഉണ്ടാക്കിയ പാലമാണ് ഈ കാണുന്നത്. ഇവിടെയായിരുന്നു ഉരുൾപൊട്ടി വെള്ളം വന്ന്
നാശനഷ്ടം സംഭവിച്ച സ്ഥലമാണ്. കുറേ ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഏരിയയാണ് ഈ കാണുന്നത്. ഭയങ്കര വിഷമമുള്ള ഒരു സ്ഥലമാണ് ഈ കാണുമ്പോൾ. അന്നത്തെ പോലെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഒരു പുല്ല് പോലും ഇവിടെ മുളച്ചിട്ടില്ല. പാറക്കെട്ടുകളും പാറകളും ഒലിച്ചു വന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഇത് ചൂരൽമല സ്കൂളാണ് ഈ കാണുന്നത്. ഈ പുഴൻ്റെ മുകളിൽ കൂടെയാണ് ഈ പാലം ഉണ്ടാക്കിയത്. ഈ പുഴയൊക്കെ ഇന്ന് ചെറുതായിട്ടുണ്ട്. കല്ലും മണലും വന്ന് തൂർന്ന് ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ ആളുകൾ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പം അറിയാം, എല്ലാവർക്കും സങ്കടമാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണം. ഇവിടെ ഒരുപാട് നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടു പോയ സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് ആർമി ഉണ്ടാക്കിയ പാലമാണ്. ഈ പാലത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടുന്ന് ഈ ബാരിക്കേഡ് കെട്ടിയ സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുകയില്ല. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ പോയാലാണ് മുണ്ടക്കൈ അപകടം നടന്ന സ്ഥലമെത്തുന്നത്. അവിടെ ഉരുൾ പൊട്ടിയിട്ട് ഇവിടേക്കാണ് വെള്ളം എത്തിയത്. ആ ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മുണ്ടക്കൈയിലേക്ക് ആരെയും കടത്തി വിടുന്നില്ല എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറയുന്നത്. ഏതായാലും നമുക്ക് ഒരു വിഷമമുള്ളൊരു സ്ഥലമാണ് ഇത്. ഇവിടെ വന്ന് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടാൽ നമ്മൾ ആ വിഷമത്തിൽ പങ്കുചേരുക. നമ്മൾ ടി വിയിലും പേപ്പറിലും മാത്രമാണ് ഈ ഏരിയ കണ്ടത്. ഇവിടെ നേരിൽ വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ വിഷമം നമ്മൾ അറിയുക. ഇവിടെ വരുന്നവരെല്ലാവരും വലിയ ദുഃഖത്തോടെയാണ് തിരിച്ചു പോകുന്നത്. വല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കുറേ ആളുകൾ വന്നിട്ടുണ്ട് കാണുവാൻ. നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതാ നമ്മുടെ ചങ്കാളും ഇവനും എന്താണ് അവിടെ സംഭവിച്ചത് അതിനെപ്പറ്റി ഗഫൂർ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഗഫൂറും ആസിക്കും വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ വന്നൊന്ന് കാണേണ്ടതാണ്. പിന്നെ നമ്മുടെ ചങ്കുകളായ അലീഷാനും ആഷിക്കിനും കാണുന്നില്ല. അവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ പാലത്തുമ്മൽ നിൽക്കുകയായിരുന്നു. അവർ മഹബൂബുണ്ട് കൂടെ. അവർ ഇവിടെ വന്ന് വീക്ഷിക്കുകയാണ്. മഹബൂബ് ഇതിൻ്റെ മുമ്പ് ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആഷിഖും നമ്മുടെ ടീമും ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. വളരെ വിഷമത്തോടെയാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഈ കാണുന്നതാണ് ചൂരൽമല പുഴ. ഈ പുഴ നല്ല ആഴമുള്ളൊരു പുഴയായിരുന്നു. ഈ പുഴയുടെ സൈഡിലുള്ള വലിയ വലിയ കല്ലുകളും പാറകളും ഉരുൾപൊട്ടലിന് ഇങ്ങോട്ട് ഒലിച്ചു വന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ പുഴ കാണുന്നില്ല. ചെറുതായിട്ടാണ് കാണുന്നുള്ളൂ. ഫുള്ള് തൂർന്നിട്ടുണ്ട്. ആ കാണുന്നതാണ് ചൂരൽമല സ്കൂളിൻ്റെ അടിഭാഗം ഇവൻ ഒലിച്ചു പോയിട്ടുണ്ട്. സ്കൂൾ ഗ്രൗണ്ടൊന്നുമില്ല. സ്കൂളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ വേറെ ഒരു കടകളൊന്നും ഇവിടെ തുറക്കുന്നില്ല. കടകളൊക്കെ ലീവാണ്. പിന്നെ ഇപ്പം നമ്മൾ മേപ്പാടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്നുള്ള ഒരു വാശിയിൽ സാജിദ് അലി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ താജ്മഹൽ എന്ന ഹോട്ടലിൽ വണ്ടി നിർത്തി. ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അലിസാൻ്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം. നാടൻ ചോറും മന്തിയും ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. സാജിദ് അലി തീറ്റ തുടങ്ങിയിട്ടുണ്ട്. 2-3 പപ്പടമാണ് അവൻ ഓർഡർ ചെയ്തത്. നല്ലൊരു ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുക എന്നാണ് റിയാസ് പറയുന്നത്. ഏതായാലും നല്ലൊരു ഭക്ഷണമായിരുന്നു ഇവിടുന്ന് കഴിക്കുന്നത്. ഇനി അടുത്തത് നമ്മളെ ലക്ഷ്യം അമ്പലവയലിൽ എത്തുക എന്നാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് നീങ്ങണം. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്ത് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ അമ്പലവയലിലേക്കാണ് പോകുന്നത്. അമ്പലവയൽ പോകുന്ന യാത്രയിലാണ്. നമ്മൾ ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ ഇപ്പോൾ അമ്പലവയലെത്തും. ഇപ്പോൾ നമ്മൾ അമ്പലവയൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അമ്പലവയലിൽ പോകുന്നത് പൂപ്പൊലി കാണാനാണ്. അപ്പോൾ നമ്മൾ പൂപ്പൊലി നടക്കുന്ന സ്ഥലത്തേക്കാണ് നീങ്ങുന്നത്. കേരള കർഷക സർവകലാശാലയാണ് ഇവിടെ പൂപ്പൊലി പ്രോഗ്രാം നടത്തുന്നത്. അത് കാണാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. ഏതായാലും നമ്മൾ പൂപ്പൊലി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുവാൻ പോവുകയാണ്. ടിക്കറ്റ് ഓൺലൈനിലാണ് ഇപ്പോൾ എടുക്കുന്നത്.
നമ്മൾ ടിക്കറ്റ് എടുത്ത് എൻട്രി സെക്ഷനിലേക്ക് എത്തി ഉള്ളിലേക്ക് കടന്നു. ഇതാണ് പൂപ്പൊലിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കടന്നത്. നല്ല തിരക്കാണ്. ഞായറാഴ്ചയായിരുന്നു. ഏകദേശം സമയം 5 മണിയാണ്. നല്ല തിരക്ക് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ അലിഷാൻ പൂക്കളം നോക്കി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. പല വർണ്ണത്തിലും രൂപത്തിലുമുള്ള പല പുഷ്പങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആയിരക്കണക്കിന് പുഷ്പങ്ങളാണ് ഇവിടെ കാണുന്നത്. ലോകത്തിലെ പുഷ്പോത്സവത്തിലെ ഒന്നാണ് ഇവിടെ നടക്കുന്നത്. അനേകായിരം ജനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പല വർണ്ണത്തിലും നിറത്തിലുള്ള പൂക്കളാണ് നമ്മളിവിടെ കണ്ടു നിൽക്കുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ അലിഷാൻ പറയുന്നത് ഇന്ന് ഏകദേശം 1,00,000 ആളുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. നല്ല തിരക്കാണ്. ജനങ്ങൾ കൂടുതലാണ്. ഞായറാഴ്ചയാണ്. വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസമാണ്. നല്ല ഭംഗിയുണ്ട് കാണുവാൻ. ഏകദേശം സമയം 5:30 ആയിട്ടുണ്ട്. ഇരുട്ടാകാനായി. ഇരുട്ടായാൽ വർണ്ണ ലൈറ്റുകളാണ് ഇവിടെ കത്താൻ പോകുന്നത്. ഏതാനും നിമിഷത്തിനുള്ളിൽ ലൈറ്റുകളൊക്കെ ഓണാകും. നല്ല തിരക്കാണ് ഇവിടെ കാണുന്നത്. പല വ്യത്യസ്തപരമായ പല പൂക്കളും ഇവിടെയുണ്ട്. വയനാട് പൂപ്പൊലി എന്ന പരിപാടിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. പൂപ്പൊലി 8ാം വർഷമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പ് വരുന്നുണ്ട്. ഏകദേശം 6 മണിയായി. ഇത് ഫ്രെയിമാണ്. ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. എല്ലാവരും ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു വാശിയിൽ അവിടെ നിൽക്കുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ സാജിദ് അലിയും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ട്. ഏതായാലും നമ്മളും അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല തിരക്കാണ്. കാണാത്തവർക്കൊന്ന് ഫാമിലി നൈറ്റ് ഒന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. പൂപ്പൊലി 2026 അമ്പലവയലിലാണ് ഇത് നടക്കുന്നത്. വയനാട്ടിൻ്റെ ഒരു ഉത്സവമാണിത്. നല്ല തിരക്കാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ട്. പൂപ്പൊലി 2026 ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ ജനങ്ങൾ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. നല്ല ജനങ്ങളുണ്ട്. ഏതാനും നിമിഷത്തിനുള്ളിൽ ഇവിടെ ഗാനമേള തുടങ്ങുമെന്നാണ് അനൗൺസ്മെൻറ്റ് പറയുന്നത്. ഇസൽ സന്ധ്യയാണ് ഇന്ന്. ഏതാനും 7 മണിക്ക് തുടങ്ങുമെന്നാണ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ഏതായാലും പല വർണ്ണത്തിലും നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ഈ കാണുന്നത്. നല്ല ഒരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത്. രാവിലെ 10 മണി മുതൽ ജനങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. രാത്രി 10 മണി വരെ ഇവിടെ പ്രോഗ്രാമുണ്ട്. നമ്മളെ ചങ്ക് സാജിദ് അലി ഐസ്ക്രീം വാങ്ങുകയാണ്. അതിന് വെയിറ്റ് ചെയ്യുകയാണ് മറ്റേ ശംഖുകളെല്ലാവരും. ഏതാനും സമയത്തിനുള്ളിൽ ഐസ്ക്രീം വാങ്ങി ഇവിടെ എത്തും. പല ഷാളുകളും ഇവിടെ ഉണ്ട്. ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. നല്ല തിരക്കാണ്. ഞായറാഴ്ച ആയിട്ടാണ് എന്നാണ് പറയുന്നത്. ഏതായാലും കൂടുതൽ ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ സാധനവും ഇവിടെ കിട്ടും. ആഷിക്ക് വിത്തുകളും ചെടികളൊക്കെ വാങ്ങാനായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ തിരക്കായുണ്ട്. നമ്മൾ കണ്ട് പോയിട്ടില്ല. നമ്മളിവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. മറ്റുള്ളവരെല്ലാവരും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എല്ലാ സാധനവും ഇവിടെ കിട്ടും. നമുക്ക് എന്താ ആവശ്യമുള്ളത് എല്ലാ സാധനവും ഇവിടെ കിട്ടും. ശില്പങ്ങൾ മുതൽ ഫുഡ്സ്, പച്ചക്കറി, തൈകൾ, ടൂൾസ്, എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും. കുറേ ആളുകൾ ഇവിടെ വന്ന് സാധനം വാങ്ങി പോകുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, എല്ലാവിധ സാധനങ്ങളും കിട്ടും. ഇവിടെ നമ്മളതാ ചങ്ക്
ആഷിക്കും സാജിദ് അലിയും എന്തോ ഒരു സാധനം വാങ്ങുന്നുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അലിഷാൻ്റെ നേതൃത്വത്തിൽ ഇതാ മുന്നോട്ട് പോകുന്നു. എല്ലാവരും ഉണ്ട് കൂടെ. സാജിദ് അലി പുറത്ത് നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. 7 മണിക്ക് ഗാനമേള തുടങ്ങുമെന്നാണ് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ഇന്ന് ഈസ്റ്റർ സന്ധ്യയാണ് എന്നാണ് അവിടെ പറയുന്നത്. ഏതായാലും നമ്മൾ ചങ്കള കാത്ത് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇത് അലിഷാൻ ഫുള്ള് ചൂടിലാണ്. എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം എത്രയും പെട്ടെന്ന് കഴിക്കണം എന്നാണ് അവൻ പറയുന്നത്. സാജിദ് അലിയും പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണമാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകാം, അവിടുന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആഷിഖിനെ വെയിറ്റ് ചെയ്യുകയാണ്. ആഷിഖ് ചക്കലുവ വാങ്ങാൻ വേണ്ടി ഉള്ളിലേക്ക് പോയതാണ്. ഏതാനും സമയത്തിൻ്റെ ഉള്ളിൽ ചക്കലുവ വാങ്ങി ഇവിടെ എത്തും. ഏതായാലും നമ്മൾ ഇനി ഇവിടെ നിൽക്കണ്ട, തണുപ്പ് വരുന്നുണ്ട്, വല്ല പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ വല്ല പുറത്തേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അലിഷാൻ പറഞ്ഞു ഇവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ റോബോട്ടിൻ്റെ ഒരു പ്രദർശനമുണ്ട്, അതുകൂടി കണ്ടിട്ട് നമുക്ക് പോകാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ റോബോട്ടിൻ്റെ പ്രദർശനം കാണാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ്. അപ്പം അലിഷാൻ്റെ നേതൃത്വത്തിൽ നമ്മൾ റോബോട്ട് കാണാൻ പോവുകയാണ്. റോബോട്ട് കാണുന്ന നാട്ടിലും വലിപ്പത്തിലാണ് അലിഷാൻ്റെ തല നമ്മൾ കാണുന്നത്. ഏതായാലും റോബോട്ടിനൊന്നും കാണാൻ കഴിയാത്തൊരു തിരക്കാണ് അവിടെ കാണുന്നത്. ജനലക്ഷങ്ങളാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ കണക്കനുസരിച്ച് നമ്മുടെ ക്യാപ്റ്റൻ അലിഷാൻ പറയുന്നത് ഇന്നൊരു 1,00,000 ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഗാനമേള നടക്കുന്ന സ്ഥലം. 7 മണിക്ക് ഗാനമേള സ്റ്റാർട്ടാകുമെന്നാണ് അനൗൺസ് പറയുന്നത്. ഇപ്പം നമ്മൾ പൂപ്പൊലിയിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പൂപ്പൊലി 2026 ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇനി നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മളിപ്പോൾ അടിവാരത്ത് എത്തിയിട്ടുണ്ട്. അടിവാരത്തുനിന്ന് ഭക്ഷണം കഴിച്ചു നാട്ടിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. ഏതായാലും ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. സാജിദ് അലിയും ഗഫൂറൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഭക്ഷണം എത്തിയാൽ കഴിക്കുക, ഉടനെ പോകുക എന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവരും ഭക്ഷണത്തിനും വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചു ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഓരോരുത്തരായിട്ട് റാഹത്തായിട്ട് പുറത്തേക്ക് വരികയാണ്. ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ റിയാസാണ്, ആഷിഖാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചവർ പുറത്തേക്ക് വരികയാണ്. ഇനി ഒരു ചെറിയൊരു ചർച്ച ഇവിടെ നടക്കും. ഇനി നമ്മൾ എങ്ങോട്ട്, അതിനുശേഷം നമ്മൾ തീരുമാനിക്കും എങ്ങോട്ടോ പോകേണ്ടതെന്ന്. അപ്പോൾ ഓരോരുത്തരായിട്ട് വരികയാണ്. ഗഫൂർ നടക്കാനൊന്നും കഴിയണില്ല. സാജിദ് അലി 4 പൊറാട്ടയും ബീഫ് ഫ്രൈയും മന്തിയും തിന്നുകൊണ്ടാണ് സാജിദ് അലി വരുന്നത്. എല്ലാവരും മഹബൂബിനൊന്നും നടക്കാനേ കഴിയുന്നില്ല ഭക്ഷണം കഴിച്ചിട്ട്. ഏതായാലും എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇവിടെ എത്തി. ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ള തീരുമാനത്തിലാണ്. ഇപ്പോൾ എല്ലാവരോടും ചെറിയൊരു ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്ത് തീരുമാനിച്ചു ഇനി എല്ലാവരും നാട്ടിലേക്ക് CTDയിലേക്ക് തന്നെ നമുക്ക് പോകാം, ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവർ ഉണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. അപ്പം വീഡിയോ